കോഴിക്കോട് കോർപ്പറേഷൻ 62ാം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അൽഫോൺസ മാത്യുവിന്റെ ഈ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായിട്ടുള്ള നഗരത്തിലൂടെയുള്ള ഒരു ആഘോഷ വരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിരപ്പുറത്താണ് വരുന്നത്. നമുക്കറിയാം, ടീച്ചറുടെ ഈ സമീപകാലത്തെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നതാണ്. കോൺഗ്രസിലായിരുന്നു. സമീപകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ടീച്ചർ, എന്താണ് ഇങ്ങനെ ഒരു പ്രചരണം? എന്തുതന്നെയായാലും ഇതൊരു വൻ സംഭവമാണ്. കാരണം 19 വർഷമായിട്ട് ഈ കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയല്ലേ. ഇതിന്നൊരു മാറ്റം വേണമെങ്കിൽ കുതിരപ്പുറത്തല്ല ആനപ്പുറത്തായാലും കയറണം. എന്നാലേ ജനങ്ങൾക്ക് മാറ്റം വരുള്ളൂ. ജനങ്ങൾക്ക് മാറ്റം വരാതെ ഭരണം ഒരിക്കലും മാറ്റം വരില്ല. അപ്പൊ ജനങ്ങൾക്ക് മാറ്റം വരാൻ ഏത് മാർഗമാണോ സ്വീകരിക്കേണ്ടത് അത് സ്ഥാനാർത്ഥി സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ അതാ ഒരുപാട് ഓട്ടോറിക്ഷകളുടെ അകമ്പടി ഉണ്ട് പുറകില്. ഒരു കൂട്ടം ഓട്ടോറിക്ഷകൾ, ഒപ്പം സ്ഥാനാർത്ഥി ഈ കുതിരപ്പുറത്ത്, പ്രവർത്തകർ ചൂലുമേന്തി ഒപ്പമുണ്ട്. എന്താണ് ഈ ചൂല് ഏന്തി കയ്യില് ഒരു ഇങ്ങനെ നടക്കാനുള്ള ഒരു സാഹചര്യം? കാരണം അഴിമതിയിൽ കുളിച്ചിട്ട് കിടക്കുന്ന കോർപ്പറേഷനാണ്. ലോകം ഇത്രമാത്രം അഴിമതിയുള്ള വേറെ ഉണ്ടാവില്ല. ഈ അഴിമതി മുഴുവൻ മാറ്റണമെങ്കിൽ ഏക ലക്ഷ്മിയാണ് ചൂല്. ആ ചൂലും കൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതി തൂത്തുവാരി പുറത്തെറിയാം. എന്നിട്ട് ജനനന്മ ലക്ഷ്യമാക്കിയിട്ട് മുന്നേറാം എന്ന് വിചാരിച്ചിട്ടാണ് ചൂലെടുത്തിരുന്നത്. ഇവിടുത്തെ മുൻ കൗൺസിലർ ആയിരുന്നല്ലോ. അപ്പം എന്താണ് ആ രാഷ്ട്രീയം വിടാനുള്ള സാഹചര്യമൊക്കെ ഇതിനോടൊക്കെ വ്യക്തമാക്കിയതാണ്. അപ്പൊ അന്ന് താങ്കൾ പിന്തുണച്ചിരുന്ന ആളുകൾ ഇത്തവണ കൂടെ നിൽക്കുന്നു വിശ്വസിക്കുന്നു? അന്ന് പിന്തുണച്ച ആളുകളെല്ലാം ടീച്ചറിനെ നോക്കുന്നത്. അവർക്കെല്ലാം ടീച്ചർ ജനനന്മയ്ക്കേ ചെയ്യുള്ളൂ എന്നറിയാം. അവർ പാർട്ടി ഒരു പ്ലാറ്റ്ഫോം ആണെന്നും ലക്ഷ്യം ജനനന്മയാണെന്നും എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും അറിയാം. ഇവരുടെ പ്രചരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഓട്ടോറിക്ഷകളുടെ അകമ്പടിയിലാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നിമിഷങ്ങളാണ്, വോട്ടുറപ്പിക്കാനുള്ള അവസാന നിമിഷങ്ങളാണ്. അത് എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രയധികം മനോഹരമാക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും.